പുതിയ യാത്രയില്ല. ജടായു പാറ 555 പടവുകൾ കയറി നടന്ന് വിസിറ്റ് ചെയ്യുക. കേബിൾ കാറുണ്ട്, 555 രൂപയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ നമുക്ക് പറ്റത്തില്ല, നമ്മൾ നടന്നേ പോകത്തുള്ളൂ. നമുക്ക് യൂട്യൂബിന്റെ വരുമാനമൊന്നുമില്ല. അപ്പോൾ ഉള്ള പോലെ തന്നെ യാത്ര ചെയ്യാം. അപ്പൊ കേബിൾ കാറിലാകുമ്പോൾ നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ വീഡിയോ എടുക്കാനൊക്കെ വലിയ പ്രയാസമുള്ള ഒരു കാര്യം. ഇതാകുമ്പം ഒരു കുഴപ്പവും ഇല്ല. പുതിയ വടക്കം സായിപ്പും മതന്മാരൊക്കെയാണ്. രസമുണ്ട് കാണാൻ. ആദ്യമായിട്ടാ നമ്മള് ജടായു പാറ വരുന്നു. അപ്പൊ പാറയുടെ മുകളിൽ ചെന്നിട്ട് ഇനി അടുത്ത ദൃശ്യങ്ങളൊക്കെ എന്താ കാറ്റ്. അടുത്ത എന്താ പറയുക, ഇവിടെ ക്ലോസ് ആയെന്ന് തോന്നുന്നു. ഒരു ഇരുട്ടറ, ഇങ്ങനെ ഇരുട്ടറയിലൂടെ പോകുന്നതാണ് ഈ അടുത്തത്. കൊച്ചു തണലാന്നു കേട്ടോ. കേബിൾ കാറിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ അനുഭവം നമുക്ക് കാണാൻ പറ്റും. നടന്നു വരുമ്പോ എന്ത് ചെയ്യും, നമ്മുടെ തടി കുറയും. ഇരുട്ടറ കയറി അടുത്ത സ്ഥലത്തോട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുന്നു. ചെങ്കുത്തായ കയറ്റം. സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ അടുത്ത സ്റ്റെപ്പ് കയറും. അളച്ചുപോയി. ഇതിലും ബാധ കേബിൾ കാറി വന്നാൽ മതിയായിരുന്നു. കുറച്ചു നേരം ഇനി വിശ്രമിച്ചിട്ട് പോവാ. ദൈവമേ, സൂപ്പർ. വെള്ളം കുടിക്കാൻ കുപ്പിവെള്ളം തന്നിട്ടത്തില്ല. പോകുന്ന വഴിക്ക് ഇച്ചിരി വെള്ളം കിട്ടും. പിന്നെ മേളിൽ ചെല്ലുമ്പോഴായിരിക്കും വെള്ളം കുടിക്കാൻ കിട്ടും. വൈകിട്ട് 4 മണിയാവും മിക്കവാറും ഇറങ്ങുമ്പോൾ താഴെ.
എൻ്റെ അറിവിൽ ഇവിടെ ഇറക്കിയേക്കുന്ന കല്ലുകളുണ്ടല്ലോ ഒന്നും പുറത്തുനിന്ന് എടുത്തില്ല. ഇവിടുത്തെ പാറ തന്നെ പൊട്ടിച്ചിട്ടേ കല്ലുകൾ എടുത്തതാണ്. ഈ കയറ്റം കയറിയപ്പോൾ എനിക്ക് മനസ്സിലായി. ഈ കയറ്റം കയറിയപ്പോൾ ഒരു സിനിമയെ പറഞ്ഞു, എൻ്റെ കിളി പോയി എന്ന് പറയത്തില്ലേ, എന്ന് പറഞ്ഞതിൻ്റെ തൊട്ടുണ്ട് എൻ്റെ കാര്യം. പിന്നെ ഈ ചൂട് സമയം ഒന്നുകൂടാണ്. അപ്പം സ്റ്റെപ്പ് കയറി വരുമ്പോഴേക്കും പോരാനുള്ള ഇത്രയുള്ള കൊച്ചു ഗ്ലാസ്സിനകത്ത് വെള്ളം കിട്ടുന്നത്. ബാക്കിയുള്ള അവന് മുകളിൽ ചെന്നിട്ട് വേണം വെള്ളം കുടിക്കാൻ. ഇനി വരുമ്പോൾ എൻ്റെ കൂട്ടൊന്നും റിസ്ക് എടുക്കല്ലേ. ഇനി ആരും വരുമ്പോൾ കേബിൾ കാറിൽ വന്നുവെച്ചാൽ മതി. എനിക്കൊരാവേശത്തിന് ഞാനും കയറിയ കേബിൾ കാറിൽ കയറണമെന്ന് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. നടന്ന് കയറാമല്ലോ എന്ന് വിചാരിച്ചിട്ടേ ഹൃദയരാഗം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട്. അവരുടെ വീഡിയോ കണ്ടപ്പോൾ ഞാനിന്ന് എന്നാൽ പിന്നെ നമുക്ക് നടന്നും കയറിയേക്കാമെന്ന് കരുതി. എന്തായാലും കുഴപ്പമില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം എല്ലാവരും ലൈക്ക് അടിക്കാനും ഷെയർ അടിക്കാനും എൻ്റെ ഈ കോമഡി കേൾക്കാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എന്ന് ഞാൻ പറയുന്നു നിങ്ങളോട്. അപ്പം മുകളിൽ ചെന്നിട്ടുള്ള കാഴ്ചകൾ കാണാം. ഇവിടെ നിന്ന് താഴത്തെ റോഡൊക്കെ കാണാം കേട്ടോ. ഒരു വിധത്തിൽ എങ്ങനെയും ചവിട്ടി കയറി മണ്ടയ്ക്ക് നമ്മൾ കയറി ജടായു പാർക്കിൽ. ജടായു പാറ അധികൃതരോട് പറയാനുള്ളത്, നടന്നു പോകുമ്പോൾ ദയവ് ഇത്രയും പൈസ ഈടാക്കരുത്. കേബിൾ കാറിൽ പോകുന്നതിന് അത്രയും നമുക്ക് പ്രശ്നമില്ല. നടന്ന് അത്രയും പടവ് കയറുവാൻ പറയുമ്പോൾ ഇച്ചിരി ആ പഠിച്ച വെള്ളം നമുക്ക് കിട്ടുന്ന പോലും. സമുദ്രനിരപ്പിൽ നിന്ന് 350 മീറ്റർ, അതായത് 1200 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പം ജടായു പാറ. അപ്പോൾ പുരാതന കഥയുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്കത് കിട്ടും. ഇതിപ്പോൾ കേബിൾ കാറിൻ്റെ സ്റ്റേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ ഓരോരോ കേബിൾ കാർ ഇങ്ങനെ പെരിയ തൂങ്ങി വരുന്ന കാണാൻ എന്ത് ഭംഗിയാണല്ലേ. അപ്പോൾ അകത്തിരിക്കുന്നവരുടെയൊക്കെ നെഞ്ച് പിടയുന്നുണ്ടായിരിക്കും, ഇത് പൊട്ടുവോ ഇല്ല. ഇത് കേബിൾ കാർ പൊട്ടിയ ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ട്, മരണപ്പെട്ടിട്ടൊക്കെ ഉണ്ടെന്ന്. അതുകൊണ്ടൊക്കെ പേടിച്ചിട്ടാണ് ഗൈസ് ഞാൻ ഈ കേബിൾ കാറിൽ കയറാത്തത്. അപ്പോൾ നടന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ അത്രയും നമ്മുടെ ശരീരത്തിനും എല്ലാത്തിനും നല്ല കാര്യങ്ങളാണ്. കണ്ടോ, ഇതാണ് കുത്തുകയറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ് കുത്തുകയറ്റം. ഈ ശില്പത്തിന് 200 അടി, 61 മീറ്റർ നീളവും 150 അടി 46 മീറ്റർ വീതിയും 70 മീറ്റർ നീളവും ഉയരവും 1500 ചതുരശ്ര അടി 1400 മീ തറ വിസ്തീർണമുണ്ട്. ഗൈസ്, ഇതിന്റെ അടുത്ത് തന്നെ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അമ്പലത്തിന്റെ വെളിയിൽ നിന്നൊരു വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, സൂക്ഷിച്ച് നോക്കുമ്പോൾ കാണാം. അപ്പം എല്ലാവരും വിസിറ്റ് ചെയ്തിട്ടുള്ള സ്ഥലം തന്നെയാണ് ഈ സ്ഥലം. അപ്പോൾ ഇതിൻ്റെ ചുറ്റുവട്ടത്ത് ഇങ്ങനെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് നല്ല കാറ്റാണ് ഇതിൻ്റെ മുകളിൽ. ചൂടെന്ന് പറഞ്ഞാൽ അന്യായ ചൂട്. അപ്പം 4 മണി സമയത്തൊക്കെ വരുവാണെങ്കിൽ കുഴപ്പമില്ല. ഡിസംബറിൽ വരുവാണെങ്കിൽ നല്ല തണുപ്പായിരിക്കും ഇതിൻ്റെ ഇവിടെ വരുന്നത്. നേരത്തെ ഇതിനെ ജടായു ശില്പത്തിനകത്ത് കയറാമായിരുന്നു, ഇപ്പോൾ കയറ്റത്തില്ല ആരെയും. ഈ ശില്പത്തിന്റെ മുഖത്തിൽ കണ്ണിക്കൂടെ നോക്കുമ്പോൾ ഉണ്ടല്ലോ, തിരുവനന്തപുരത്തിന്റെ പല ഭാഗങ്ങളും കാണുമെന്നാണ് അറിയപ്പെടുന്നത്. ഡ്രോൺ മറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുവാങ്കിൽ ഒരാഴ്ചയ്ക്ക് മുമ്പേ അവിടെ വന്ന് രജിസ്റ്റർ ചെയ്തിരിക്കേണ്ടതാണ്. ഇതാണ് ആ ക്ഷേത്രം മറ്റ് കാര്യങ്ങളും. അപ്പോൾ ഡ്രോൺ കൊണ്ടുവരുവാണെങ്കിൽ താഴെ വന്ന് മുൻകൂട്ടി അനുവാദം മേടിച്ചിട്ട് ഡ്രോൺ പറത്താവുന്നതാണ്. അപ്പോൾ നേരത്തെ 2-3 വീഡിയോസിലൊക്കെ ഉണ്ടായിരുന്നു ഡ്രോൺ ക്യാമറയുടെ വിഷയങ്ങൾ. അപ്പോൾ അവർ താഴേന്ന് നല്ല ചെക്കിങ് ചെയ്യും, ലൈറ്റർ ഉണ്ടോ, ബീഡി ഉണ്ടോ,
അങ്ങനെ കുറച്ച് കാര്യം. ബാഗ് മുതൽ കുപ്പിവെള്ളം വരെ നമ്മുടെ കയ്യിൽ നിന്ന് ചെക്ക് ചെയ്യും. കുപ്പിവെള്ളം കൊടുത്തു വിടത്തില്ല, അവർ സമ്മതിക്കത്തില്ല. അപ്പോൾ വാട്ടർ ബോട്ടിൽ അങ്ങനെയുള്ള കൊണ്ടുവരിക. അപ്പം ഞാൻ ഒന്നും കരുതാതാണ് ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ടൈറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും വായിക്കുക. നല്ല സൂൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഈ കോമഡി കേൾക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് സോറി ഗായ്സ്. അപ്പോൾ എല്ലാവരും ചെയ്തു തരുക. അപ്പോൾ ശരി, എന്നാൽ എല്ലാവർക്കും ശുഭരാത്രി. ഒരു പഴയ ഒരു ഗുണ കേവിൻ്റെ ഒരു അനുഭവമുണ്ട്.